പിന്നെ നമ്മൾ വന്നിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് കയറിയുണ്ട്. അവിടെ കുറേ പൗത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറിച്ചാൻ പിടിക്കാൻ പോകാം. അപ്പം നമ്മൾ മാങ്ങ എടുക്കാൻ പോകുമ്പോൾ ഞാൻ നേരത്തെ പോയിനി. അപ്പോഴേക്ക് കുറേ മാങ്ങ കിട്ടീനി ഗൈസ്. ഇനി എന്താന്ന് നമുക്ക് നോക്കാം. അപ്പം ഗൈസ് ഈ ഉള്ളോട്ട് പോയാളാണ് കോറി എത്തല്. ആ മാങ്ങ മരത്തുമ്മലാട്ടോ മാങ്ങ ഉണ്ടാവുക. അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിക്കണം കേട്ടോ. അപ്പം ഗൈസ് ഞങ്ങളെ കോറില്ലേ, അവിടെയാണ് കോറി കാണിച്ചു തരാം. അവിടെ പുതിയൊരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം. അതിന് പൂവ് പറിച്ചിട്ടെ ഗൈസ്, നല്ലൊരു പൂവാണ്. ഞാൻ പറിച്ചാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡാൻസ് ഉണ്ടാവും. ആ ഡാൻസ് എല്ലാവരും കാണണം കേട്ടോ. അപ്പം നമുക്ക് കോഴി കാണാൻ പോകാം. അപ്പം ഞാൻ പറഞ്ഞ കൊട്ടാരം കാണിച്ചതാ. അതാണ് ഗൈസ് കൊട്ടാരം. അപ്പം ഗൈസ് ഇതാണ് ഞങ്ങൾ കോറി പറഞ്ഞാൽ ഗൈസ്. ഇവിടെ ഞാൻ സൈക്കിൾ ഓട്ടാനൊക്കെ വന്നിരുന്നു. ഇവിടെ ഉണ്ട് ഒരു സാധനം ഉണ്ട്. എന്തിന് ചുള്ളിക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചുള്ളിക്ക ഇവിടെ ഉണ്ടാന്ന് നമുക്ക് നോക്കാം. വരി നല്ല ടേസ്റ്റാണ്. കറുപ്പ് കൂടി പച്ചി നല്ല ടേസ്റ്റാണ്. അങ്ങനെ അവിടെ ഒക്കെ ഉണ്ടാവും കുറേ ചുള്ളിക്കാള് ഗൈസ്. അവിടെ വേണ്ടു. അപ്പം നമുക്ക് ചുള്ളിക്കുള്ള സ്ഥലം കാണിച്ചു തരാം ഗൈസ്. ചുള്ളിക്ക ഉണ്ടാകാൻ അറിയില്ല ഗൈസ്. ഇതങ്ങനത്തെ എല്ലാളാ ഗൈസ്, ചുള്ളിക്കൻ്റെ എല്ലാള് കേട്ടോ. നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഉള്ളോട്ട് പോയാൽ റോഡാണ് ഗൈസ്. ഉള്ളോട്ട് പോയി താത്തിക്കൊക്കെ പോകാൻ പറ്റും. ഞങ്ങൾ പോയിന് ഗൈസ്. അപ്പം ഗൈസ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നല്ല വ്യൂ ആണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇക്കാരം എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുക്കൽ എല്ലാവരും കണ്ട് നോക്കണം കേട്ടോ. കണ്ടോ നല്ല വ്യൂ ആണ് ഇവിടെ. രാത്രി ഇവിടെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടില്ല. പക്ഷേ അവിടെയൊക്കെ കളിച്ചിന്. എൻ്റെ അമ്മായിൻ്റെ കുട്ടികളുടെ കൂടെയൊക്കെ കളിച്ചിന്. ഞങ്ങൾ തൊട്ടോളി ഒച്ചോളിയൊക്കെ അങ്ങനെ. ഇനി കായലിൻ്റെ നടുക്കലുള്ളത് കൈത മുറിച്ച് ഇവിടെ 4 മണിയൊക്കെ ആയാൽ ചെറുപ്പറ കുട്ടികൾ സൈക്കിൾ എടുത്താണ് ഓടി വന്ന് ഫുട്ബോൾ കളിച്ചതാണ്. ഞാനിപ്പോൾ കണ്ണാട വെച്ചിട്ടുണ്ട്. നല്ല വെയിൽ സൂര്യന് ഉദിച്ച് കണ്ണാൻ്റെ മുഖത്തേക്ക് കയറിയാണ്. അപ്പോൾ അതുകൊണ്ടല്ലേ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ മാങ്ങ ഇറക്കാനാണ് വന്നത്. ഇപ്പം നമുക്ക് മാങ്ങ ഇറക്കാം. മരം അവിടെ വണ്ടി നിലത്ത് നിൽക്കണേ. എടുക്കാൻ പറ്റുമോ എന്നൊക്കറിയില്ല. പക്ഷെ ഫോൺ അവിടെ മൈക്കുണ്ടാവും. അപ്പോൾ നായ ഓടി വരലെന്നാവാം. ഫോണുണ്ടാവില്ല, എന്തുണ്ടാവില്ല.
അപ്പോൾ ഇമ്മലും മാങ്ങ പറിച്ചിട്ടുണ്ട്. അവനിവിടെ ഇങ്ങനെ മറ്റുമ്പോൾ മാങ്ങ ഉണ്ടാകുന്നു. ടൈമൊക്കെ കുറേ ഉണ്ട്. ഞാൻ കാണിച്ചു തരാത്തൊരു വീഡിയോ തന്നെ എടുക്കില്ല കേട്ടോ. 2 മാങ്ങാട് കുറേ മാങ്ങ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഉണ്ടോ ഞാൻ കാണിച്ചു തരേ. ഉണ്ടോ മാങ്ങാക്കാരിൽ കുറേ ഉണ്ട് ഗൈസ്. നമുക്ക് കിട്ടിയ ഭാഗ്യം തന്നെ കേട്ടോ. ഇവിടെ ഒന്നും കുട്ടികൾ വന്നിരിക്കലുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഞാൻ പോവണ്ടേ, അവിടേക്ക് നമുക്ക് കാണാം. അപ്പം ഗൈസ് ഇവിടെ പറങ്കേങ്ങണ്ട്. നമുക്ക് പറങ്കേങ്ങ പച്ചാണെങ്കിലും പൗത്താണെങ്കിലും നമുക്ക് നിസ്സാരമാണ് ഗൈസ്. അപ്പം ഗൈസ് ഒരു മാങ്ങ ഗൈസ്, ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അടുത്ത മാങ്ങ നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു മാങ്ങ കൂടി. ഇപ്പം 2 മാങ്ങ. അപ്പം ഗൈസ് ഒരു ലൈവ് ആയിക്കാണ്ട് ഒരു മാങ്ങ മറ്റൊരു മാങ്ങ പറഞ്ഞിട്ട് മാങ്ങ ഗൈസ്. ഇതാ ശരിക്കുള്ളതാണ് ഗൈസ്, അത് വിചാരിച്ചണ്ട. ഓക്കെ നമുക്ക് മാങ്ങ 3 മാങ്ങ ഇട്ടിട്ടുണ്ട്. 3 പൊടിച്ച്. അപ്പം നമുക്ക് അടുത്ത മാങ്ങ അന്ന് നോക്കാം. നമുക്ക് പറങ്കേങ്ങൻ്റെ ഞങ്ങൾക്ക് 3 മാങ്ങ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പെരി പോവാം കേട്ടോ. പിന്നെ ഞങ്ങൾ പെരൻ്റെ അടുത്തൊരു പുതിയൊരു പെര ഉണ്ടാക്കണേ. വാർപ്പിട്ടിട്ട് എന്തിട്ടിട്ട് കല്ലിട്ടിട്ടുള്ളൂ. കിണറിട്ടിക്കണു ഗൈസ്. കിണറത്തെ വെള്ളം കാണിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുമ്മി എന്താണ് പൂച്ച ഉണ്ടല്ലോ, എപ്പോഴും പോകേണ്ട പണിയാണ്. ഇന്നലെ പോയിനി വൈകുന്നേരം, ഇന്ന് രാവിലെ എത്തിയത്. അപ്പം നമുക്ക് പോയേക്കാം പിരി കിണറിൻ്റെ അടുത്ത്. ഞങ്ങൾ വെട്ടി ചുള്ളിക്കൊണ്ടാണ്. നിങ്ങൾക്കൊരു സാധനം കഴിച്ചായിരുന്നോ? ഒരു മഞ്ഞ് പോലെ പെയിന്റ് സാധനം. ഇതിവിടെ നിറച്ചുണ്ട് കേട്ടോ. നോക്കണ നോക്കിക്കൊണ്ടാണ്ടേ പോയി കഴിച്ച് ചുള്ളിയായി. നമുക്ക് പോവാം. നിങ്ങളൊക്കെ ചുള്ളിൻ്റെ സംഭവമാണ് എന്താവണ്ടേ. അപ്പൊ ഗൈസ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഞങ്ങളെ പേര് ഏതാണ്. ഞങ്ങളെ പേര് അതാണ് ഗൈസ്. അപ്പൊ നമുക്ക് പോയേ. ഞാൻ പറഞ്ഞ വീട് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്താ എന്ത് ഭംഗി. ഞാൻ കേറി തെറ്റേ ഗൈസ്. എത്ര കിട്ടി? ഞാൻ ഇതിലൂടെ ഇങ്ങനെ വരും. ഓക്കെ അപ്പൊ ഇങ്ങനെ മറന്നു കഴിഞ്ഞാൽ കിണർ കാണിച്ചു തരാൻ മറന്നുപോയി. നമുക്ക് കിണറിന് അലക്കുണ്ട് ഗൈസ്. നല്ല താങ്ങുണ്ട് കേട്ടോ. 26 പടിയുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരേണ്ട കാര്യം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.